ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയും കിരണും ചന്ദ്രസേൻ്റെ വീട്ടിലെത്തിയിട്ട് അവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അങ്ങനെ അത് നോക്കുമ്പോൾ അതിലൊന്നും തന്നെ കാണുന്നില്ല. CCTV ദൃശ്യം CCTV കേടാക്കി വെച്ചിരിക്കുകയായിരുന്നു ഗംഗപ്രസാദ്. അങ്ങനെ അവർ വേഗം രൂപയുടെയും ചന്ദ്രസേൻ്റെ അരികിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ്. അതിലൊന്നും കാണാനില്ല അമ്മ, അതൊക്കെ കേടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അച്ഛനും അമ്മയും ഈ വീട്ടിൽ ഇല്ല, കുറച്ച് നേരത്തേന് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അവൻ നേരത്തെ തന്നെ അതൊക്കെ കേടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. അവൻ ഇത്തിരി പ്രശ്നക്കാരൻ തന്നെയാണ്. ഇനിയിപ്പോൾ കാർത്തിക പറഞ്ഞതുപോലെ കാർത്തികയുടെ സഹോദരൻ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഗംഗപ്രസാദ് തന്നെയല്ല ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോയി, ഞാനും കല്യാണിയും കൂടി രാത്രി സമയത്ത്. അപ്പോൾ കണ്ട കാഴ്ച അത് അതിലും വലുതായിരുന്നു. വിക്രത്തിനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. വിക്രത്തിൻ്റെ കൂടെ കണ്ട ആൾ ആരാണെന്ന് വെച്ചാൽ ജെറി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ജെറിയോ? അവനെന്താ അവിടെ എന്ന് ചോദിക്കുകയാണ്. അതാണ് ഞങ്ങൾക്കും സംശയം. ഇനിയിപ്പോൾ ഈ ജെറി ജോണും ഗംഗപ്രസാദും ഒന്ന് തന്നെയാണോ എനിക്കൊരു സംശയമുണ്ട് എന്ന് കിരൺ പറയുമ്പോൾ ചന്ദ്രസേന പറയാണ്, നീ ഒന്നും മിണ്ടാതിരുന്ന് ആവശ്യമില്ലാതെ ഓരോരുത്തരെ സംശയിക്കേണ്ട, സത്യങ്ങൾ അറിയാതെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്തായാലും അറിഞ്ഞിട്ട് മതി കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ഞാൻ അറിഞ്ഞിരിക്കും, ഗംഗപ്രസാദും ജെറിയും ഒന്നാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കും അച്ഛ. എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രൂപ പറയാണ്, അതെ വേറൊന്നല്ല, നമ്മുടെ സോണിയയും ആൽബിയോട് പെട്ടെന്ന് തന്നെ ഞാൻ അമേരിക്കയിലോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെങ്കിലും സേഫ് ആവട്ടെ. പിന്നെയുള്ളത് നിങ്ങളുടെ കാര്യമാണ്. കിരണാണെങ്കിൽ കിടക്കുന്നത് കൊണ്ട് അത് വലിയ കുഴപ്പമില്ല. പിന്നെ കല്യാണി മോള് കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും വരുന്നതൊക്കെ അല്ലേ, അതുകൊണ്ട് മോള് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരൺ എല്ലാവരും അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപയും ഉണ്ട്. അപ്പോൾ ദീപ പറയുന്നുണ്ട്, എന്തായി മോൻ്റെ അച്ഛൻ്റെ കാര്യം? എന്തായാലും ഇതാരോ കരുതിക്കുട്ടി ചെയ്തതാണെന്ന് പറയുമ്പം അതേ അമ്മേ, കരുതിക്കുട്ടി തന്നെയാണ്. ഇതിൽ പിറകിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ജെറിയെ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും താര ഇവിടേക്ക് ഇവർക്ക് എല്ലാവർക്കുള്ള ചായയൊക്കെ കൊണ്ടുവരികയാണ്. ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ താരയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അപ്പോൾ ദീപ പറയാണ്, അവൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇത്രയും നാളും രാഹുൽ സാറ് ചതിച്ചതിന് ശേഷം ഇത്രയും നാള് സംരക്ഷിച്ചു പോകുന്നത് ചന്ദ്രസേന സാറല്ലേ. സാറിന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ മുതലാണ് ഇവളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ആൻറ്റി ഒന്നും വിഷമിക്കൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ താരം. അപ്പോൾ ആൻറ്റി എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? ആൻറ്റി ഇവിടെ ഉള്ളത് കൊണ്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഈ അപകടം വരുന്നത്. ആൻറ്റി പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ, ആൻറ്റി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും കല്യാണിയും കിരണും നമ്മുടെ താരയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും വിടുകയാണ്. അപ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ കല്യാണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ അമ്മയാണല്ലോ എന്നും പറഞ്ഞ് കല്യാണി കോൾ എടുക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ശരി എന്നും പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ടത്, എന്നോട് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാനാണ് അമ്മ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്താ കല്യാണി, അച്ഛന് പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല കിരണേട്ടൻ. എന്തായാലും പകൽ സമയമല്ലേ, കിരണേട്ടൻ വരണ്ട, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാറും എടുത്ത് അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നേരെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനനും അതുപോലെ തന്നെ രൂപയും കൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. രൂപയുടെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പോൾ ആ ഫോൺ, എന്താ അമ്മയെ കാണണമെന്ന് പറഞ്ഞത്, എനിക്ക് വന്ന മെസ്സേജാണ് ഇത് എന്നും പറഞ്ഞിട്ട് ഒരു ഫോൺ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, മകന് പുറമെ അച്ഛനും വീണു, ഞാൻ വീഴ്ത്തി, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിചയം, നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളാണ് കാർത്തിക, ഒരു അകന്ന ബന്ധു. കാർത്തികയെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വഴിക്കും വയ്യാലെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ ബാക്കി എന്നാണ് അതിലുള്ള മെസ്സേജ് കേട്ടോ. അപ്പോൾ അത് വായിച്ചിട്ട് കല്യാണി ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അതാ മോളെ, ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗംഗപ്രസാദ് തന്നെയായിരിക്കും ഇത് അയച്ചത്. അപ്പോൾ കാർത്തികയെ അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അമ്മേ എന്ന് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, കാർത്തികയെ നമ്മളെ സഹായം ചോദിച്ചു വരുന്നവരെ നമ്മളെ എങ്ങനെയാണ് കൈവിടേണ്ടത് എന്ന് ചന്ദ്രസേനനും പറയാണ്. ആ കുട്ടിയെ എന്തായാലും നമുക്ക് സംരക്ഷിച്ചേ തീരും. എന്തായാലും അവനെ നമുക്ക് പൂട്ടണം, ഗംഗപ്രസാദിനെ. അവനെ നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അവനെ നമുക്ക് ശരിക്ക് പൂട്ടണം, അവനെ കൊല്ലണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. പിന്നെ അവനെ കൊന്നു കഴിഞ്ഞാൽ ജയിലിലൊന്നും പോകേണ്ടി വരില്ല. പോലീസുകാർക്ക് വരെ സന്തോഷമായിരിക്കും ഇങ്ങനെയുള്ള ഗുണ്ടകൾ കൊന്നു കഴിഞ്ഞാലും.
അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അവന് ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് നമ്മുടെ ചന്ദ്രസേനൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കല്യാണിയോട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോള് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവൾ പോരുകയാണ്. പിന്നീട് നമ്മുടെ രാഹുലിനെ കാണിക്കുകയാണ്. രാഹുലാണെങ്കിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ആ സമയത്ത് സരയെ വന്ന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശാരി അവിടേക്ക് വരുന്നുണ്ട്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് ശാരി പറയുമ്പോൾ രാഹുൽ പറയാണ്, അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം പറയാം. അച്ഛന് പുറകെ മകന് പുറമെ അച്ഛനും വീണു എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല. അതെ, കിരൺ വീണില്ല, അതിന് പുറകെയായിട്ട് ചന്ദ്രസേനനും വീണു. അപ്പോൾ അയ്യോ, മകനെ പോലെ തന്നെ കിടപ്പായോ അച്ഛ എന്ന് നല്ല സന്തോഷത്തിൽ സരയു ചോദിക്കുകയാണ്. കിടപ്പൊന്നും ആയിട്ടില്ല, എങ്കിലും എന്തോ പണി കൊടുത്തിട്ടുണ്ട്. ആ ഗംഗപ്രസാദാണ്, ഞാൻ പറഞ്ഞില്ല, കാർത്തികയുടെ മൂത്ത ചേട്ടൻ, അവനാണ് ഇതിൻ്റെ പുറകിലെന്ന് പറയാണ്. അവൻ എന്തായാലും മിടുക്കനാണ്. ഇനിയിപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ, നല്ല വാർത്തകളൊക്കെ കേൾക്കാം നമുക്ക് ഉടനെ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സരയു പറയാണ്, അതെ, എനിക്ക് അമേരിക്കയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നല്ല നല്ല വാർത്തകൾ കേൾക്കാല്ലേ അച്ഛ എന്ന് പറയുമ്പം, നല്ല നല്ല വാർത്തകൾ മോൾക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷെ അമേരിക്കയിൽ പോകുമോ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല എന്ന് പറയാണ്. അതെന്താ അച്ഛൻ ഉറപ്പില്ലാത്തത്? എന്തായാലും എൻ്റെ മനുവേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല, ആൻറ്റിയെ പോലെ ചതിക്കുന്നില്ല എൻ്റെ മനുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശാരിയോട് രാഹുൽ പറയാണ്, നമ്മുടെ മകളുടെ ജീവിതം അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഇതുവരെ അറിയില്ലല്ലോ, എന്തായാലും പോകുന്നിടത്തോളം പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയും അതുപോലെ തന്നെ കല്യാണിയും കൂടിയിട്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വാതിൽ തുറക്കുന്നത് ശാരിയാണ്. ശാരി നല്ല സന്തോഷത്തോടു കൂടി തന്നെ രൂപയെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കല്യാണി ഉണ്ടെന്ന് പറയുമ്പോഴും അതിനെന്താ, കല്യാണിയെ ഞാൻ എന്നും കാണുന്നതല്ലേ എന്ന് ശാരി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സരയുന് അത് ഇഷ്ടപ്പെടുന്നില്ല. സരയുനോടായിട്ട് നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നുണ പറയണ്ട, നിൻ്റെ അച്ഛൻ തല്ലുകൊണ്ട് കിടപ്പല്ലേ, അകത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വായു എന്നും പറഞ്ഞിട്ട് ശാരി അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് ശാരിയോട് സരയു പറയുന്നുണ്ട്, അവരിവിടെ ഉണ്ടെന്ന്, അച്ഛനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ അവർ കിടത്തിയതല്ലേ, പിന്നെ അവർക്ക് അറിയാതിരിക്കൂ എന്ന് ശാരി മറുപടി പറയാണ്. എന്തായാലും രാഹുൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇവർ വന്ന് നിൽക്കണതൊന്നും കാണുന്നില്ല. അപ്പോൾ രൂപ പറയുന്നുണ്ട്, ഇനി അടുത്തത് ആരെ വീഴ്ത്തണമെന്ന് ആലോചിക്കുകയായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ രാഹുൽ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോടോ എന്ന് ചോദിച്ച് അങ്ങനെ നമ്മുടെ രാഹുലിനെ പറയാൻ പാടില്ലാത്തതൊക്കെ പറയുന്നുണ്ട്. അപ്പം രാഹുൽ പറയാണ്, ഞാനല്ല ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പറയുമ്പോൾ പിന്നെ ആരാടോ എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.